ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു എഗ് ബുർജീൻ്റെ റെസിപ്പി കാണാം. എഗ് ബുർജി, അണ്ട ബുർജി, മുട്ട ബുർജി എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇത്, പക്ഷേങ്കിൽ നമ്മൾ ബുർജി എന്നൊന്നും പറയാറില്ല കേട്ടോ. സാധാരണ ഒരു മുട്ടക്കറിയെന്നോ അല്ലെങ്കിൽ മുട്ട ചിക്കിയത് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ പത്തിരീൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം സാധാരണ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ട് അതിലേക്ക് ഞാൻ സവാള കൊത്തിയരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. അത് വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് അത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ അരിയേണ്ടത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ലേ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം. ആ ഒരു മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും പച്ചക്കുത്തൊന്ന് മാറി വരുമ്പോൾ കുഞ്ഞാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. ആ ഒരു പാകമായി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ ഒറ്റ മുട്ട എടുത്തിട്ടുള്ളൂ, നമുക്കത് അത്രയും മതി. ആവശ്യത്തിന് വേണ്ട മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി ആ ഒരു സമയത്ത് ആ മുട്ടയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഒരു പൊടി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ കറി റെഡിയാണ്. മല്ലിയില ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. അപ്പം എഗ് ബുർജി റെഡി.